കമോൺ ഗൈസ്, നമുക്കൊരു ജേർണലിംഗ് ചെയ്യാം. ജേർണലിംഗ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, പക്ഷെ എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ. ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സും ഐഡിയാസും ഇമേജിനേഷൻസും മാനിഫെസ്റ്റേഷൻസും ഒക്കെ എഴുതാനും വരക്കാനും ഒക്കെ ഉള്ളതാണ്. ജേർണലിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. നമുക്ക് തോന്നുന്ന ഐഡിയാസ്, ഗോൾസ്, ബക്കറ്റ് ലിസ്റ്റ്, വിഷ് ലിസ്റ്റ് ഇതൊക്കെ ജേർണലിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെങ്ങനെ സ്റ്റിക്കേഴ്സ് വേണമെന്നോ സപ്ലൈസ് വേണമെന്നോ ഒരു കൈൻഡ് ഓഫ് നോട്ട്ബുക്ക് വേണമെന്നോ ഒന്നും അങ്ങനെ റൂൾസൊന്നുമില്ല. അതേപോലെ തന്നെ ലാംഗ്വേജ് ബാരിയർ ഇല്ല. നമുക്ക് തോന്നുന്ന നമ്മുടെ ചിന്തകൾ എഴുതാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ നോട്ട്സ് ടു സെൽഫാണ് എഴുതുന്നത്. നോട്ട്സ് ടു സെൽഫ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം എൻ്റെ കയ്യിൽ കുറച്ച് ജേർണലിംഗ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, സോ അത് ഞാൻ പേസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിലുള്ള സ്കെച്ചസും കളർ പെൻസിൽസൊക്കെ വെച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തു. നമുക്കിഷ്ടമുള്ള രീതിയിൽ ജേർണലിംഗ് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ജേർണലിങ്ങിൻ്റെ ഒരുപാട് ഇൻസ്പിറേഷൻസും ഐഡിയാസും പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. ഞാൻ യൂഷ്വലി പിൻട്രസ്റ്റിൽ നിന്നാണ് ജേർണലിംഗ് ഐഡിയാസൊക്കെ എടുക്കാറ്. ഒരുപാട് ഐഡിയാസ് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ?